ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നയതന്ത്ര മികവ് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രി. രാജ്യത്ത് ഗാർഹിക ഗതാഗത ആവശ്യങ്ങൾക്കുള്ള പ്രകൃതിവാതക വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക പിൻവലിക്കാൻ വ്യാഴാഴ്ച വരെ സമയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മുന്നണികൾ. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളും പ്രചാരണത്തിനെത്തും. ക്ഷയരോഗം ഉയർത്തുന്ന ആഗോള വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഒഡീഷയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ നയതന്ത്ര മികവ് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന പങ്കാളിയാണ് ഇന്ത്യ. 140 കോടി ജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്താൽ ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. भारत हर आपदा का सामना करता हुए आगे बढ़ रहा है. इस समय युद्ध की परिस्थितियों में भी भारत की नीति और रणनीति देखकर दुनिया के अनेकों देश हैरान है. 28 फरवरी से दुनिया में जो उथल-पुथल मची है, भारत प्रगति के, विकास के, विश्वास के संकल्प के साथ आगे बढ़ रहा है. രാജ്യത്തെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഗാർഹിക ഗതാഗത ആവശ്യങ്ങൾക്കുള്ള പ്രകൃതിവാതക വിതരണം 100% തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ യോഗത്തിൽ സംസാരിക്കവെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിനായി ഇറാനുമേലുള്ള ഉപരോധം താൽക്കാലികമായി നീക്കം ചെയ്യാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ ന്യായീകരിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിപണിയിൽ എണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്ന് ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണ വിപണിയിലെത്തുന്നത് ആഗോള ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ്. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും ഒരു ഇറാനിയൻ നേതാവുമായി യുഎസ് പ്രതിനിധികൾ സംസാരിക്കുകയാണെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ അദ്ദേഹം പൂർണ്ണമായും തള്ളി. എണ്ണ വിപണിയെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനാണ് അമേരിക്ക ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആണവോർജ്ജ ഉൽപ്പാദനം 2047 100 ജിഗാവാട്ടായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിൽ റഷ്യ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ റഷ്യ പുതിയ ഉഭയകക്ഷി അജണ്ട എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. Russia is our foremost partner in civil nuclear energy, and the Kudankulam nuclear project is a stellar example. As India aims to increase its nuclear energy generation capacity to 100 gigawatt by 2047, I am confident that it will find a trusted and reliable partner in Russia for peaceful uses of nuclear energy. രാജ്യസഭയിൽ 2026 ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ധനകാര്യ ബിൽ ലോക്സഭ ഇന്നലെ ചർച്ചയ്ക്കെടുത്തു. 2026 കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. അതേസമയം ഉഗാദി ഉത്സവത്തെ തുടർന്ന് ഈ മാസം 19-നും 20-നും മാറ്റിവെച്ച പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സമ്മേളനം ഈ മാസം 28-നും 29-നും ചേരും. പശ്ചിമബംഗാളിൽ ആദ്യ സപ്ലിമെന്ററി വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സുപ്രീംകോടതി നിർദ്ദേശങ്ങളെ തുടർന്ന് ജുഡീഷ്യൽ ഓഫീസർമാർ പരാതികൾ തീർപ്പാക്കിയ ശേഷമാണ് വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതുവരെ 29 ലക്ഷത്തോളം വോട്ടർമാരുടെ പരാതികൾ തീർപ്പാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനവും സംഘടിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസർമാർക്കുള്ള പരിശീലനം നാളെ നടക്കും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി. ഇതുപ്രകാരം തമിഴ്നാട്ടിൽ AIADMK 178 സീറ്റുകളിലും BJP 27 സീറ്റുകളിലും PMK വിഭാഗം 18 സീറ്റുകളിലും AMMK 11 സീറ്റുകളിലും മത്സരിക്കും. പുതുച്ചേരിയിൽ കോൺഗ്രസ് 16 സീറ്റുകളിൽ മത്സരിക്കും. ബാക്കി 14 സീറ്റുകളിൽ DMK ആണ് ജനവിധി തേടുന്നത്.
ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗം ഉയർത്തുന്ന ആഗോള വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അതെ, നമുക്ക് ക്ഷയരോഗത്തെ അവസാനിപ്പിക്കാം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. നേരത്തെയുള്ള രോഗനിർണയം, സൌജന്യ ചികിത്സ, പോഷകാഹാര സഹായം, രോഗീ പരിചരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ക്ഷയരോഗം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് ദൃഢനിശ്ചയത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ എല്ലാ ജനങ്ങളോടും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. കൊളംബിയൻ സൈനിക വിമാനം തകർന്ന് 66 മരണം, നിരവധി പേരെ രക്ഷപ്പെടുത്തി. സൈനികരുമായി പറന്നുയർന്ന വിമാനം തകർന്നാണ് അപകടമുണ്ടായതെന്ന് കൊളംബിയൻ പ്രതിരോധ മന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ 2117 പത്രികകളാണ് ലഭിച്ചത്. 1252 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി ഈ മാസം 26 അവസാനിക്കുന്നതോടെ മത്സര ചിത്രം കൂടുതൽ വ്യക്തമാകും. സ്ഥാനാർത്ഥികളെല്ലാം ഇനി പരസ്യ പ്രചാരണത്തിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യഘട്ട പരിശീലനം ഇന്ന് ആരംഭിക്കും. മാർച്ച് 26 വരെയാണ് പരിശീലനം. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി അസംബ്ലി ലെവൽ ട്രെയിനർമാർക്കുള്ള പരിശീലനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ ക്ലറിക്കൽ പിഴവാണെന്നും നേരത്തെ തന്നെ തെറ്റ് തിരുത്തിയതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പിശക് ചൂണ്ടിക്കാട്ടി മാർച്ച് 21-ന് തന്നെ നിർദ്ദേശം പിൻവലിച്ചുകൊണ്ടുള്ള അറിയിപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും നൽകിയിരുന്നതായും അദ്ദേഹം അറിയിച്ചു. പഴുതടച്ചുള്ള പ്രവർത്തനങ്ങളാണ് കമ്മീഷൻ നടത്തിവരുന്നതെന്നും തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താക്കുറിപ്പിൽ അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. പോലീസ് ആസ്ഥാനത്ത് സൈബർ ഓപ്പറേഷൻസ് ADGPയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് സമൂഹ മാധ്യമങ്ങളെ നിരീക്ഷിക്കാനുള്ള 24 മണിക്കൂർ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇതോടൊപ്പം സംസ്ഥാനത്തെ 20 പോലീസ് ജില്ലകളിലും സൈബർ തട്ടിപ്പുകൾ തടയാനും സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കാനുമുള്ള യൂണിറ്റുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്, സോഷ്യൽ മീഡിയ ഇന്റലിജൻസ് തുടങ്ങിയവ ഉപയോഗിച്ച് തെറ്റായ വാർത്തകൾ, വ്യക്തികളെ അപകീർത്തിപ്പെടുത്തൽ, മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം തുടങ്ങിയവ കണ്ടെത്തി നടപടിയെടുക്കുകയാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി മേഖല ഓഫീസിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ലഹരിമരുന്ന് കടത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിന് പ്രത്യേക കൺട്രോൾ റൂം രൂപീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനം വരെ 24 മണിക്കൂറും 0484 2425 321 എന്ന ലാൻഡ് ലൈൻ പ്രവർത്തിക്കും. ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ 97 വനിതകൾ ഉൾപ്പെടെ 278 പേർ പങ്കെടുക്കും. രാജ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് ശക്തിപ്പെടുത്തുകയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ലക്ഷ്യം. കായികമേള നാളെ സമാപിക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഈ വർഷത്തെ സ്വാതിതിരുനാൾ സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 6 മണിക്ക് സ്വാതിതിരുനാൾ സംഗീത കോളേജിൽ 3 ദിവസത്തെ സംഗീതോത്സവം ആരംഭിക്കും. ഓച്ചിറ വി ശിവദാസൻ, അശ്വതി തിരുനാൾ രാമവർമ്മ, ഡോക്ടർ ആനയടി ധനലക്ഷ്മി തുടങ്ങിയവരുടെ കച്ചേരികൾ അരങ്ങേറും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഈ മാസം 26 വരെ പകൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ നയതന്ത്ര മികവ് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രി. രാജ്യത്ത് ഗാർഹിക ഗതാഗത ആവശ്യങ്ങൾക്കുള്ള പ്രകൃതിവാതക വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക പിൻവലിക്കാൻ വ്യാഴാഴ്ച വരെ സമയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നണികൾ. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളും പ്രചാരണത്തിനെത്തും. ക്ഷയരോഗം ഉയർത്തുന്ന ആഗോള വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഒഡീഷയിൽ തുടക്കമാകും. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.